നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവിടെ ജീവിതം കൈവിട്ടു പോകുന്ന വിഷമത്തിൽ നിൽക്കുവാ ഞാൻ. ആദ്യം നിങ്ങൾ ഇവിടെ ഇവിടുന്ന് ഇറക്കിവിട്. ഞാൻ പറഞ്ഞില്ലേ ഇനി ഇവിടെ നിൽക്കണ്ട. ഗംഗ വരൂ, ഞാൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് കൊണ്ടുപോവാം. ഞാനിപ്പോ എങ്ങോട്ടും വരില്ല. മഹേട്ടനുണരാതെ ഞാൻ ഇവിടുന്ന് ഒരു അടി പോലും അനങ്ങില്ല. ഇവിടെ നിന്നാ മതി. വിളിക്കേണ്ടെന്ന് തന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ആ കൺസൾട്ട് ലെറ്ററിൽ ആരെങ്കിലും സൈൻ ചെയ്യും. അതുകൊണ്ട് കൊടുത്തിട്ട് വേണം ഓപ്പറേഷനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഇത് ഞാൻ സൈൻ ചെയ്ത് തരാം. ഇത് എന്റെ അവകാശമാ, എന്റെ മാത്രം അവകാശം. ഇങ്ങത്താ. നീ അതിൽ സൈൻ ചെയ്യുന്നത് എനിക്കൊന്ന് കാണണം. ഇവരെന്താ ഈ കാണിക്കുന്നത്? കൺസൾട്ട് ലെറ്റർ ഒപ്പിട്ട് വാങ്ങിയില്ലേ? ഇല്ല ഡോക്ടർ, അവരത് കയ്യിൽ വെച്ച് എന്തൊക്കെയാ ചെയ്യുക. ഇതെന്താ നിങ്ങൾക്കൊരു സീരിയസ്നെസ് ഇല്ലാത്തത്? നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ജീവനാണ് അകത്ത് മരണത്തോട് മല്ലടിക്കുന്നത്. ഒരു കൺസൾട്ട് ലെറ്റർ സൈൻ ചെയ്ത് തരാൻ പറഞ്ഞിട്ട് എത്ര നേരായി? ഇപ്പൊ തരാം ഡോക്ടർ. എടി ഗൗരി, ഇത് നിന്റെ പണിയാണെങ്കിൽ ഇനി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊന്ന് അറിയണം. എന്റെ കയ്യില് ഈ രക്ഷാമോതിരം ഉള്ളിടത്തോളം നിനക്കെന്നെ തൊടാൻ കഴിയില്ല. ഈ പേപ്പറിൽ നീ സൈൻ ചെയ്യാതിരിക്കാൻ എനിക്ക് നിന്നെ തൊടേണ്ട ആവശ്യമില്ല ശ്രേയ. എന്താ ഇത്? അതെ, ഇവിടെ സമയത്തിന് വലിയ വിലയുണ്ട്. നിങ്ങൾക്ക് വെച്ച് കളിക്കാനുള്ളതല്ല ഇത്. ഇതിലൊന്ന് വേഗം സൈൻ ചെയ്യൂ. ഇത്രയും പേര് ഇവിടെ നിൽക്കുന്നുണ്ട്, മഹിയേട്ടന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ. ഇവർക്ക് ആർക്കും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാ ഇവൾക്കുള്ളത്? ശ്രേയ, എന്താ നിന്റെ പ്രശ്നം? മഹിയുടെ ഓപ്പറേഷൻ പെട്ടെന്ന് നടക്കുന്നതാണോ വലുത്, അതോ ആരാണ് ഒപ്പിടുന്നെന്നുള്ള ഈഗോ ജയിക്കുന്നതാണോ വലുത്? അതല്ല അങ്കിൾ ഞാൻ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാ, നീ പറഞ്ഞത് ശുദ്ധ വിവരലൈമയാ. മഹി ഇവിടെ അഡ്മിറ്റ് ചെയ്തത് മുതൽ കൂടെയുള്ളത് ഗംഗയാ. മഹിയുടെ കുഞ്ഞ് ഏറ്റവും അടുത്ത് നിൽക്കുന്നതും ഗംഗയോടാ. ഈ ഹോസ്പിറ്റലിലുള്ളവർക്ക് സ്വന്തങ്ങളും ബന്ധങ്ങളും അറിയില്ലെങ്കിലും കാണുമ്പോൾ ഏറ്റവും ദുഃഖിക്കുന്നതും അടുപ്പമുള്ള ആളായി തോന്നുന്ന ആളുടെ കയ്യിൽ അവർ ലെറ്റർ കൊടുത്തെന്നിരിക്കും. അത് കൊടുത്തിട്ട് ആരെങ്കിലും സൈൻ ചെയ്യുന്നാണ് ആ സിസ്റ്റർ പറഞ്ഞത്. അതപ്പൊ തന്നെ ഗംഗയോ ഞങ്ങൾ ആരെങ്കിലും അത് വാങ്ങി സൈൻ ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. അപ്പൊ പിന്നെ 10 മിനിറ്റെങ്കിലും ലാഭിച്ചേനെ. ഇവിടെ ഉള്ളവരിൽ ആരെ എന്ത് ബോധിപ്പിക്കാനാ നീ ഈ ഷോ കാണിക്കുന്നത്? വേണ്ട വിശ്വട്ട, ഒന്നും പറയണ്ട. മഹിക്ക് വയ്യാത്തതിന്റെ പേരില് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. ഞാൻ ഈ ചെയ്യുന്നതിന്റെയും പറയുന്നതിന്റെ അർത്ഥം ആർക്കും ഇപ്പൊ മനസ്സിലാവില്ല. ഒടുവിൽ നഷ്ടങ്ങൾ വരാൻ പോകുന്നത് എനിക്ക് മാത്രമായിരിക്കും. അതിനാരെയും ഞാൻ അനുവദിച്ചു തരൂന്ന് വിചാരിക്കണ്ട. ആരെയും. പാവം മഹിക്ക് വയ്യാണ്ടായതിന്റെ ടെൻഷനും ഫ്രസ്ട്രേഷനും കാരണമാ ശ്രേയ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ. ഇതൊന്നും സ്നേഹമല്ല ജത്തെ, ഇതൊരു തരം ഷോയാണ്. തന്റെ സ്ഥാനം ആർക്കും കിട്ടരുതെന്ന് മനസ്സിൽ കരുതി സ്വയം അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പക്വതയില്ലായ്മ. മഹിയോടുള്ള യഥാർത്ഥ സ്നേഹവും അടുപ്പവും എന്താണെന്ന് അറിയണമെങ്കിൽ
അവിടേക്ക് നോക്കിയാൽ മതി. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വളരെ വ്യക്തമായ മുന്നറിയിപ്പും നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നു. ഇനിയൊന്നും എനിക്ക് പറയാനില്ല. നീയൊന്നും പറയണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഞാനത് ചെയ്തോളാം. എല്ലാം കണ്ട് നീ നോക്കിയിരുന്നാ മതി. എന്റെ പ്രതികാരം തീർക്കാൻ ഞാൻ ആരുടെയും വാക്ക് കേട്ട് ഇന്നുവരെയും കാത്തിരുന്നിട്ടില്ല. ഇനി അത് പ്രതീക്ഷിക്കണ്ട. മാളുവിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. ബോംബിൽ നിന്നും രക്ഷപ്പെട്ടാൽ ഇനിയോളെ കാത്തിരിക്കുന്നത് അതിലും മാരകമായ മറ്റു പലതുമായിരിക്കും. എന്താ അത്? അതൊക്കെ നീ കാത്തിരുന്ന് കണ്ടോ. മാളൂനെ തൊട്ടാ ഗൗരീവന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും. ഞാനിനി എന്ത് ചെയ്യാന്? എല്ലാം പറഞ്ഞു കൊടുക്കാനല്ലേ എന്നെ കൊണ്ട് പറ്റൂ. അവൻ ചെയ്യുന്നതിന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കട്ടെ. പക്ഷെ അവൻ മാളൂനെ ഉപദ്രവിക്കുന്ന സമയത്ത് ഗൗരി ഗുരുവമ്മയുടെ ഏതെങ്കിലും കവചത്തിൽ പെട്ടുപോയാ അതോടെ എല്ലാം തീരും. മാളൂന് എന്തെങ്കിലും പറ്റിയാ എന്റെ സ്വപ്നങ്ങളും തകരും. മഹിയേട്ടനും ഞാനും തമ്മിലുള്ള വിവാഹം നടക്കാതെ വരും. ഛെ, എന്ത് ചെയ്യും ഞാൻ? അച്ഛാ, 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 എഴുന്നേക്ക് അച്ഛാ, അച്ഛാ. അച്ഛനെന്താ ഗംഗേ മിണ്ടാത്തെ? ഇപ്പൊ മരുന്നിന്റെ സെഡേഷനിലാണ്. ഇനി ഓപ്പറേഷൻ കഴിയും വരെ മഹി ഐസിയുലേക്ക് മാറ്റുകയാണ്. ആരും അധികം അടുത്തേക്ക് വരണ്ട. മുറിവിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായാൽ അത് ബുദ്ധിമുട്ടാവും. ഇഞ്ചുറിക്കെല്ലാം നല്ല ആഴമുണ്ട്. ശരി. അച്ഛാ, അച്ഛാ. ഗംഗേ, മാളു, എന്റെ അമ്മ എന്നെ വിട്ടു പോയതുപോലെ അച്ഛനും പോവോ? മാളു, എനിക്ക് ആരും ഇല്ലാതാവോ ഗംഗേ? ഇല്ല മാളു, മഹേട്ടനൊന്നും സംഭവിക്കില്ല. ശ്രീ മഹേശ്വരൻ മഹേട്ടനെ രക്ഷിക്കും. മോള് ഇങ്ങനെ വിഷമിക്കണ്ട. എങ്കിൽ ഗംഗയും കരയണ്ട. മാളു, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.